ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാർമ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. ഓൾറെഡി ഞാൻ പാക്ക് ചെയ്തൊക്കെ വെച്ചേക്കാണ്. കാരണം നാളെയാണ് നമുക്ക് അഡ്മിറ്റ് ആവേണ്ട ഡേറ്റ് കേട്ടോ. അതായത് ഏപ്രിൽ 21-നാണ് അഡ്മിറ്റ് ആവേണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ 20-ാം തീയതി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എനിക്കൊന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒക്കെ ആയിരിക്കും ഇൻഷാല്ലാ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളായിരിക്കും. സോ കുറേ ദിവസം കൊണ്ട് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിങ്ങനെ മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ആയതല്ലേ, ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാം. ഇനിയിപ്പോൾ നാളെ ഹോസ്പിറ്റലൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനോർത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചേക്കാണ്. സോ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എല്ലാം ഇട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും നമസ്കാരം തന്നെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എടുത്തേക്കുന്ന ഈ ഒരു ട്രോളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇച്ചിരി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഐറ്റംസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. 1-2 ഐറ്റംസ് വാങ്ങാനും ഉണ്ട് കേട്ടോ. അപ്പം ഞാനതൊട്ടും അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ എന്തായാലും കാണുമല്ലോ. അപ്പം അതുകൊണ്ട് അവിടെ നിന്നൊക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഐറ്റംസ് ഒക്കെ ഈ ഒരു ബാഗിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യേണ്ട എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഐറ്റംസ് ഒക്കെ തന്നെ നമ്മൾ ആദ്യം എല്ലാവരും പറയുന്ന തൊട്ട് ഒരു നോട്ട് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതിയല്ല, കൂടുതൽ ഞാൻ ഫോണിലാണ് നോട്ട്സ് എന്ന് പറയുന്ന അതില്ലേ, അതിൻ്റെ അകത്താണ് ഞാൻ ഇതെല്ലാം എഴുതി വെക്കാറ് കേട്ടോ. ഇത് വെച്ചിട്ട് വാങ്ങിയ ഐറ്റംസ് ഇങ്ങനെ ടിക്കിട്ട് പോകാറാണ് ഞാൻ ചെയ്യാറ്. സോ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു ബാഗ് ഞാൻ പാക്ക് ചെയ്തത്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല, അത്യാവശ്യം വേണ്ട ഐറ്റംസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. സോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൽ ഒരു സൈഡിൽ ഓൾമോസ്റ്റ് എനിക്ക് വേണ്ട ഐറ്റംസും ഒരു സൈഡിൽ കുഞ്ഞിനുമായിട്ടുള്ള ഐറ്റംസ് ഒരുപാടൊന്നും എടുത്തിട്ടില്ല, അത്യാവശ്യം വേണ്ടത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു സൈഡിൽ കുറച്ചൊക്കെ കുഞ്ഞിന് വേണ്ട ഐറ്റംസും ഒക്കെ ആയിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സോ ഫസ്റ്റ് എനിക്കുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമ്മൾ കുറച്ച് ടവൽ അല്ലെങ്കിൽ തോർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കളർ ഉള്ള തോർത്തും ബാക്കിയെല്ലാം വൈറ്റ് ആയിട്ടുള്ള തോർത്തുമാണ് എടുത്തേക്കുന്നത്. സോ അങ്ങനെ 1-2 തോർത്തും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 എണ്ണം എന്തോ എടുത്തിട്ടുണ്ട്. ഒന്ന് നോർമൽ ആയിട്ടുള്ള തോർത്താണ്, ചെറിയ തോർത്തും പിന്നെ ഇതൊരെണ്ണം വലിയൊരു തോർത്തും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ 3 തോർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് നൈറ്റി, അതുപോലത്തെ 2 ഓപ്പൺ നൈറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ അണ്ടർസ്കേർട്ടും പിന്നെ നോർമൽ ആയിട്ടുള്ള 2 നൈറ്റീസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ അത്രയുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി എത്ര ദിവസം നമുക്ക് നിൽക്കേണ്ടി വരുമെന്നൊന്നും അറിയത്തില്ല. ഇത് എത്രയോ തൽക്കാലത്തേക്ക് എടുത്ത് വെച്ചിരുന്നത്. പിന്നെ എന്തെങ്കിലും എമർജൻസി വല്ലതും വരുവാണെങ്കിൽ വന്നു പോയി അങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ട് തൽക്കാലം ഇത്രയാണ് എടുത്ത് വെച്ചേക്കുന്നത്. 2 നോർമൽ നൈറ്റിയും അല്ലാതെ ഓപ്പൺ നൈറ്റിയും, ഫുൾ ഓപ്പൺ ആയിട്ടുള്ള 2 നൈറ്റിയും പിന്നെ അണ്ടർസ്കേർട്ടും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ബെഡ്ഷീറ്റും, അങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റും, ഒന്നല്ല 2 ബെഡ്ഷീറ്റ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഒന്ന് ഉമ്മ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉമ്മ സെപ്പറേറ്റ് ആയിട്ട് അല്ലാതെ എടുത്ത് വെച്ചേക്കാം. അപ്പം ഞാൻ ഈ ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഇന്നർ വെയേഴ്സ് ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 വൈറ്റ് നോർമൽ വൈറ്റ് മുണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്യാത്തതാണ്. കട്ട് ചെയ്തതും എടുത്ത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്യാത്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളോ ഒക്കെ വന്നാൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് കട്ട് ചെയ്യാതെ ഒരു 3 എണ്ണത്തോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വന്നാൽ, അത്യാവശ്യം വന്നാൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുകൂടി എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ വരുന്നത് മെറ്റേണിറ്റി പാഡാണ്. മെറ്റേണിറ്റി പാഡും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു നോർമൽ ആയിട്ടുള്ളൊരു പാഡും എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഹോസ്പിറ്റലിൽ എങ്ങനെ കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ഒന്നും തന്നെ. അവരെന്തൊക്കെ ചോദിക്കുന്നത് നമ്മൾ ചേട്ടൻ ചോദിച്ചിട്ടുമില്ലായിരുന്നു, മറന്നുപോയി. സോ എന്തായാലും ഞാൻ ഒരു മെറ്റേണിറ്റി പാഡിൻ്റെ ഒരു പാക്കറ്റും അല്ലാതെ ഒരു നോർമൽ പാഡും കൂടിയാണ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. സോ പിന്നെ കുറച്ച് ഷോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അല്ലാതെ ഇപ്പം നൈറ്റിയിലൊക്കെ കൂടെ ഇടണ്ടേ, അതിന് വേണ്ടി കോട്ടൻ്റെ ഒരു ഷോള് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നോർമൽ ആയിട്ടുള്ള ഒരു 2 ഡ്രസ്സും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഒന്നും കൂടി വെക്കും. നൈറ്റ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ലാത്തൊരു സാധനമാണ്.
അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും നൈറ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടില്ല. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എന്തായാലും ഇടേണ്ടി വരുമല്ലോ, അതുകൊണ്ട് ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ. അല്ലാതെ നോർമലി യൂസ് ചെയ്യാൻ രണ്ട് ഡ്രസ്സ് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന കോട്ടൻ്റെ ലോങ് ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഒരു ഫീഡിങ് കുർത്തീസ് ഇല്ലേ, അപ്പോൾ അങ്ങനത്തെ ഫീഡിങ് കുർത്തീസ് ഞാൻ രണ്ടെണ്ണം ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ അതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നോർമലി നമുക്ക് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ ഒരു 2-3 ഷോള്, നോർമലായിട്ടുള്ള ഷോള് 2 എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ എടുത്ത് വെക്കാം. സോ 2 കൂടി അതും കൂടി വെച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് മെയിനായിട്ടും എനിക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് കുഞ്ഞുവാവയ്ക്ക് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നോ. അപ്പോൾ ബേബിക്കായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല, അത്യാവശ്യം വേണ്ട ഐറ്റംസാണ് എടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ ബേബിക്കായിട്ട് എടുക്കാൻ അല്ലെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങാമെന്ന് വെച്ചേക്കുന്ന 2 ഐറ്റംസ്. ഒന്ന് ഡയപ്പറാണ് കേട്ടോ, പാമ്പേഴ്സ് ഞാൻ എടുത്തിട്ടില്ല, ഇനി അവിടെ പോയിട്ട് വാങ്ങാമെന്ന് വെച്ചു, അത് വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈറ്റ്സ് ഓൾറെഡി ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഇവിടുന്ന് വാങ്ങാനായിട്ട് നിന്നിട്ടില്ല. അപ്പം അങ്ങനെ വാങ്ങേണ്ട അത്യാവശ്യം വന്നാൽ ഇപ്പോൾ നാളെ വരത്തുള്ളൂ, അതായത് ഞാൻ അഡ്മിറ്റ് ആവുന്ന ദിവസമേ വരത്തുള്ളൂ, രാത്രിയാവും ആൾ വരെ. സോ എന്തായാലും വാങ്ങേണ്ട അവസ്ഥ വന്നാൽ അവിടുന്ന് നമുക്ക് വാങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് അത് 2 വാങ്ങിയിട്ടില്ല. അല്ലാതെ നമ്മൾ കുഞ്ഞുവാവയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന ഐറ്റംസ്, ഒന്ന് കുറച്ച് നമ്മൾ വൈറ്റ് കോട്ടൻ്റെ ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കട്ട് ചെയ്യാത്ത ഞാൻ കാണിച്ചല്ലോ നേരത്തെ, അതുപോലത്തെ കട്ട് ചെയ്യാത്ത എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് കോട്ടൺ പീസസ് ക്ലോത്താണിത്, കഴുകി വെച്ചേക്കുന്നതാണ്. സോ അങ്ങനത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ഉടുപ്പാണ്, ചെറിയ വൈറ്റ് ഇതില്ലേ, ജബലെ കുഞ്ഞുടുപ്പുകളില്ലേ, അത് ഒരു 3-4 എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും എടുത്തിട്ടൊന്നുമില്ല, 3-4 ജസ്റ്റ്. ഇതിങ്ങനെ ഇങ്ങനത്തെ ബട്ടൺസ് ടൈപ്പോ അതുപോലെ കെട്ടുന്ന ടൈപ്പിലും ഉള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കഴുകി തേച്ച് മടക്കി വെച്ചേക്കുന്നതാണ്, എല്ലാം കൂടി എടുത്ത് കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ തന്നെ അതിൻ്റെ തന്നെ ഇങ്ങനത്തെ കളറിൽ വരുന്ന ജസ്റ്റ് ഇങ്ങനെ വരുന്നത്, ഞാൻ ചുമ്മാ എടുത്ത് വെച്ചേക്കുന്ന ഇതിൻ്റെ ഒന്നും ഉപയോഗം കാണത്തൊന്നുമില്ല, ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ഇങ്ങനത്തെയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കെട്ടുന്ന ടൈപ്പിലുള്ള കുഞ്ഞുടുപ്പില്ലേ, ഇങ്ങനെ കെട്ടുന്ന ടൈപ്പിലുള്ള ഇതും ഒരു 3-4 എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് ഡ്രസ്സ് കുഞ്ഞിന് ഉടുപ്പായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ലായിരിക്കും, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ വരുന്ന ഒരു ട്രൈ ഷീറ്റ്, ഇങ്ങനത്തെ ഒരു ട്രൈ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വലുതാണ് ഇത്, ചിലതൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്, ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ ടാഗ് പ്രോഡക്റ്റ് കൊടുക്കാം. ചിലത് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ വാങ്ങിയതുണ്ട്, പക്ഷെ അതെനിക്ക് അത്രയ്ക്ക് അങ്ങ് പ്രൈസ് വെച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ ഏത് ഇൻസ്റ്റഗ്രാം പേജാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ എന്തായാലും ഇതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇങ്ങനെ ഓരോ കവറിലാക്കി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കുറച്ച് എടുത്ത് കൊടുക്കണമെങ്കിലും പുറത്ത് നിൽക്കുന്നവർക്ക് അത് എളുപ്പമായിരിക്കുമല്ലോ. സോ അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കാണത്തക്ക രീതിയിൽ. പിന്നെ വരുന്നത് ഒരു റിസീവിങ് ടവലാണിത് കേട്ടോ, റിസീവിങ് ടവലും. പിന്നെ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള തന്നെ വൈറ്റ് ആയിട്ടുള്ള ഇങ്ങനെ പൊടിയാനായിട്ടുള്ള ക്ലോത്താണ്. സോ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വൈറ്റ് ആയിട്ടുള്ള ഒരു റിസീവിങ് ടവലും, പിന്നെ ഇത് ഒരു 2-3 ഇങ്ങനത്തെ വൈറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നില്ലേ നോർമലി, അതല്ല, അല്ലാതെ ഇത് വാങ്ങിയിട്ടുള്ളതാണ്. വൈറ്റ് സ്വാഡിൽ ക്ലോത്താണെന്ന് തോന്നുന്നു ഇത്. സോ ഇങ്ങനത്തെ ഇത്ര ലെങ്ത് വരുന്ന ടൈപ്പ്, ഇത് കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒരു 2-3-4 എടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഓരോ കവറിലാക്കി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കാണാൻ വേണ്ടി, അറിയാനായിട്ട്, എല്ലാം കൂടി വെക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ. പിന്നെ ഇത് കുഞ്ഞി ടവൽസ് ഇല്ലേ, മുഖമൊക്കെ ജസ്റ്റ് തുടയ്ക്കാനായിട്ട്, അങ്ങനത്തെ കുഞ്ഞി ടവൽസാണത് കേട്ടോ. ഞാനിങ്ങനെ കഴുകി ഉണക്കി ഇങ്ങനെ തേച്ച് വെച്ചേക്കുന്നതാണ്, ഇങ്ങനത്തെ കുഞ്ഞി ടവൽസ്. സോ ഇതും ഒരു
ഒരു 5 എണ്ണത്തോളം ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് 5 എണ്ണമായിട്ടാണ് ഞാൻ വാങ്ങിയത്. സോ അതുപോലെ തന്നെ ഞാനങ്ങ് വെച്ചതാണ് കേട്ടോ. അത് പിന്നെ മറ്റേ മിറ്റൻസ് കയ്യിലും കാലും ഒക്കെ ഇടാനില്ലേ, അത് മിറ്റൻസും ബൂട്ടീസും അതൊരു 2 എണ്ണം വീതം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട് കുഞ്ഞിൻ്റെ കയ്യിൽ നഖം ഉണ്ടെങ്കിൽ മുറിയാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ മതിയെന്ന്. സോ അതുകൊണ്ട് ഞാൻ അതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമോ എന്നറിയത്തില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇത് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ എന്തായാലും ജസ്റ്റ് ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 2-3 എണ്ണം എനിക്ക് വാങ്ങിയിട്ടുണ്ട് ഇതുപോലത്തെ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടുന്ന് ഒന്നേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ക്യാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാപ്പിൻ്റെ ആവശ്യമേ വരത്തില്ല, എന്തായാലും നമ്മൾ പൊതിഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ വെച്ചത്. പിന്നെ എൻ്റെ ഒരു ഇതിന് വേണ്ടി ഞാൻ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇട്ടുകൊണ്ട് വരാൻ പറ്റിയാലെന്ന് വെച്ചിട്ട്. പക്ഷെ അത് യൂസ്ഫുൾ ആവാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ എന്തായാലും ഒരു 3-4 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാലും ഇതങ്ങനെ വെക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ കുഞ്ഞിനെ കുളിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ ഹോസ്പിറ്റലിൽ വെച്ച്. പക്ഷേ ഞാൻ ചെറിയൊരു സാമ്പിൾ പാക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഇത് 3 ഞങ്ങൾ യുഎഇന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സാമ്പിൾ ഉള്ളതുകൊണ്ട് ചെറിയൊരു സെബാമെഡിൻ്റെ ഒരു ചെറിയ സോപ്പ്, ഇത് സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സെബാമെഡ് സോപ്പും ഒരു ഫേഷ്യൽ ക്രീമും കുഞ്ഞിന് വേണ്ടി ഒരു ക്ലെൻസറും, ഇത് 3ആണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ആവശ്യം അങ്ങനെ വരത്തില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു പാക്കറ്റായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് എടുത്ത് വെച്ചത് കേട്ടോ. സോ ഇത്രയാണ് മെയിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നോർമലായിട്ട് ചെറിയൊരു നിപ്പിൾ ക്രീം എടുത്തിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും പൊട്ടലോ വല്ലതും വന്നാലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ ഒരു മോയ്സ്ചറൈസറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നോർമലി ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബ്രഷ്, അതുപോലത്തെ ഐറ്റംസ്, പേസ്റ്റ്, ഇങ്ങനത്തെ ഐറ്റംസ് വേണമല്ലോ. അതൊക്കെ വേറെ ഒന്നിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ തലയിൽ കെട്ടുന്ന ബണ്ണും പേസ്റ്റും ബ്രഷും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമലി കുഞ്ഞുവാവയ്ക്കായിട്ട് ഒരു നെറ്റ് ബെഡും, ഇത് നോർമലായിട്ടുള്ള ഒരു നെറ്റ് ബെഡും അതുപോലെ തന്നെ ഒരു ക്യാരി ബെഡും, ഇത് രണ്ടും എടുത്തേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇത് 3 സെറ്റായിട്ട് വരുന്നതായിരുന്നു. അല്ലാതെ ഒന്ന് കിടത്താനായിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു ബെഡുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇങ്ങനത്തെ 2 ഐറ്റവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ ഹോസ്പിറ്റൽ ബാഗിലായിട്ട് പാക്ക് ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയൽ, അതൊരിക്കലും മറക്കരുത് കേട്ടോ. അത് ഞാൻ നോർമലി എൻ്റെ എല്ലാ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ടുള്ള എല്ലാ പേപ്പേഴ്സും ഞാൻ ഒരു ഫയലിൽ തന്നെ ആയിട്ട് വെക്കുന്നത്. സോ മറക്കാതെ നമ്മൾ ഫയൽ എടുക്കാനായിട്ട് ആദ്യമേ അത് തന്നെ എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇത് ഇത്രയും എനിക്കും കുഞ്ഞിനും അത്യാവശ്യം വേണ്ട അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ കാണിച്ചത്. പിന്നെ പ്ലേറ്റ്സ്, അങ്ങനത്തെ കപ്പ്, ചെറിയ ഡെറ്റോള്, അതുപോലെ തന്നെ പാത്രം വാഷ് ചെയ്യാൻ ചെറിയൊരു ലിക്വിഡ്, പിന്നെ ഒരു ഡോക്ടർ വാഷ്, നമ്മളിപ്പോൾ തുണിയൊക്കെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിടാനായിട്ട് ഒരു സോപ്പ്, അങ്ങനത്തെ ഐറ്റംസ് അല്ലാതെ എക്സ്ട്രാ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇത് മെയിനായിട്ടും ഞാൻ എനിക്കും കുഞ്ഞുവാവയ്ക്കും വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇതല്ലാതെ കുറേ ഐറ്റംസ് എന്തായാലും വരുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ. അപ്പോൾ അതൊക്കെ കൂടി ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാല്ലാ നോക്കട്ടെ. ഇനി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നാളെ തൊട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻഷാല്ലാ പറ്റുമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ പോയാൽ. പിന്നെ ഈ ഒരു ഐറ്റംസിൽ ഞാൻ ഓൺലൈനിൽ വാങ്ങിയ കുറച്ച് ഐറ്റംസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ടാഗ് പ്രോഡക്ട്സിൽ കൊടുത്തേക്കാം. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് വാങ്ങാം കേട്ടോ. സോ ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞോട്ടെ ബേബിയുടെ 2 ഐറ്റംസ് ഞാൻ മെയിൻലി നമ്മൾ എല്ലാവരും വെക്കുന്നതാണ്, പാമ്പേഴ്സും വെറ്റ് വൈപ്സും. വൈപ്സ് അത്യാവശ്യം വേണ്ടതാണ്. സോ അത് 2 എടുത്തിട്ടില്ല. അപ്പോൾ അത് ഒന്നെങ്കിൽ അവിടെ നിന്ന് വാങ്ങണം, അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി വരും, അപ്പോൾ കൊണ്ടുവരുമായിരിക്കും അപ്പം അറിയില്ല. അപ്പോൾ എന്തായാലും അപ്പോഴത്തെ സാഹചര്യം പോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വെച്ചു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.